എല്ലാവർക്കും ബാംഗ്ലൂസ് മലയാളത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരായിരിക്കും ഓർഡിനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡിനൽസ് എന്ന് പറയുന്ന ഒരു പേര് ക്രിപ്റ്റോ സ്പേസിൽ വളരെയധികം പ്രചാരം നേടിക്കഴിഞ്ഞു ഇതുവരെ. സോ എന്താണ് ഓർഡിനൽസ് എന്നും അതിൻ്റെ ബേസിക് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഓർഡിനൽസ് എന്താണെന്ന് അറിയാത്തവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ NFTകളെയാണ് നമ്മൾ ഓർഡിനൽസ് എന്ന് വിളിക്കുന്നത്. സോ ഇതുവരെ ബിറ്റ്കോയിന് ഇതുവരെ NFTകൾ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. ഇത്രയും കാലമായിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വരെ NFTകൾ പൊതുവായിട്ട് നമ്മൾ മിൻറ്റ് ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും ബ്ലോക്ക് ചെയിൻസ് ആയിട്ടുള്ള ഇത്തേരിയം, സൊളാന, BNB സ്മാർട്ട് ചെയിൻ പോലുള്ളവയിലായിരുന്നു. പക്ഷേ ഇപ്പം ഓർഡിനൽസ് രൂപീകരിച്ച ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഇപ്പം ബിറ്റ്കോയിനും NFT മാർക്കറ്റിൽ ഒരു സ്ഥാനമുണ്ട്. അതായത് നമുക്ക് ബിറ്റ്കോയിനിലും NFTകൾ മിൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ കൈമാറ്റം ചെയ്യാം, അതുപോലെ തന്നെ നമുക്കൊരു അസറ്റായിട്ട് സൂക്ഷിക്കാം എന്നുള്ളൊരു ചിന്ത ആയിരിക്കണം ഈ ഒരു ഓർഡിനൽസിന് രൂപം നൽകിയിരിക്കുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ ബിറ്റ്കോയിന് ഒരു NFT ക്രിയേറ്റ് ആവുന്നത് പറയുമ്പോൾ തന്നെ അതിന് അത്രയും ഹൈപ്പ് ഉണ്ടാവും, അത്രയും ഡിമാൻഡ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രൈസ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഇത്തേരിയം അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കിലൊക്കെ ഉണ്ടായിരുന്ന നമ്മൾ മിൻറ്റ് ചെയ്ത ചില NFTകൾ വളരെ അധികം ഒരു പ്രൈസിലേക്കൊക്കെ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബോഡേപ്സ് എന്നൊക്കെ പറയുന്ന NFTകൾ, അതുപോലെ തന്നെ ക്രിപ്റ്റോ പങ്ക് പോലുള്ള NFTകളൊക്കെ വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ ഒരു വലിയൊരു എമൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിനിലെ ഒരു NFT എന്ന് പറയുമ്പോൾ അത്രയും ഡിമാൻഡ് ഉണ്ട്. അതൊരു ഫിനാൻഷ്യൽ അഡ്വൈസിൽ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് ചെയ്യാം. സോ തുടക്കത്തിൽ ബിറ്റ്കോയിനിലുള്ള വിസാർട്സ് ഒക്കെ പോലുള്ള NFTകൾ വളരെ ഇതിൽ പ്രചാരം നേടിക്കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി തന്നെ. സോ എന്താണ് ബിറ്റ്കോയിൻ ഓർഡിനൽസ് എന്ന് നോക്കാം. സത്തോഷി എന്ന് പറയുന്ന ഒരു ടേം അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സത്തോഷി എന്ന് പറയുന്നത് സത്തോഷി നാക്കാമോട്ടോൻ്റെ പേരിൽ നിന്ന് നമ്മൾ എടുത്തൊരു പേരായിരിക്കാം. ഒരു സത്തോഷി എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ ഏറ്റവും ചെറിയ ഡിനോമിനേഷനാണ്. ഏറ്റവും ചെറിയ ഡിനോമിനേഷൻ നമ്മൾ വിളിക്കുന്നൊരു പേരാണ് സത്തോഷി. സത്തോഷി എന്ന് പറയുന്ന ഒരു സിംഗിൾ ബിറ്റ്കോയിൻ്റെ 100 കോടി അത്രയും സത്തോഷിയായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് ബിറ്റ്കോയിൻ്റെ ഇത്രയും ഒരു ഡിവിഷനാണ് സത്തോഷി എന്ന് പറയുന്നത്. ഓരോ സത്തോഷി യൂണിറ്റിനും ഒരു യുണീക്ക് നമ്പർ നൽകി അതുപോലെ ഓരോ ട്രാൻസാക്ഷൻ സമയത്തും ഇത് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഈ നമ്പറിംഗ് ഘടനയാണ് ഓർഡിനൽസ് ചെയ്യുന്നത്. കുറച്ചധികം ഡാറ്റ എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ട് ഓർഡിനൽസ് വഴി ഓരോ ഇൻഡിവിജ്വൽ സത്തോഷിയും യൂണീക്ക് ആക്കുന്നു. ഈ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നൊരു പേരുണ്ട്. അതിൻ്റെ പേര് ഇൻസ്ക്രിപ്ഷൻ എന്നാണ്. സത്തോഷി ഓരോ തവണ മൈൻ ചെയ്യുമ്പോഴും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഓർഡർ അനുസരിച്ച് നമ്പർ ചെയ്യപ്പെടുന്നു. ഇതിലെ നമ്പർ സ്കീം സത്തോഷി മൈൻ ചെയ്യുന്ന ഓർഡറിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതുപോലെ കൈമാറ്റം നടക്കുന്നത്, അതായത് ട്രാൻസ്ഫർ നടക്കുന്നത് ട്രാൻസാക്ഷൻ ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ ഓർഡറിനെ ആശ്രയിച്ചിരിക്കും. ഈ രണ്ട് ഓർഡറിനെ ആശ്രയിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നത്, ഓർഡിനൽസ് എന്ന പേര് ഈ ഒരു പ്രൊജക്റ്റിന് വന്നത്. നിലവിലെ NFTകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എന്താണ് ഓർഡിനൽസ് വ്യത്യാസമാവുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള NFTകൾ ചില രീതിയിൽ ഓർഡിനൽസ് ആയിട്ട് സിമിലർ ആണെങ്കിൽ പോലും ചെറിയ രീതിയിൽ വ്യത്യാസമുണ്ട്. NFTകൾ പൊതുവേ സ്മാർട്ട് കോൺട്രാക്റ്റിലാണ് ഉണ്ടാകാറ്. അതും ബ്ലോക്ക് ചെയിൻസ് ആയിട്ടുള്ള ഇത്തേരിയം, സൊളാന, BNBയിലൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ NFTകൾ പുറമേയുള്ള എവിടെയെങ്കിലുമാണ് ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഓർഡിനൽസ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി ഓരോ സാത്തോഷിലുമാണ് അസറ്റ്സ് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ബിറ്റ്കോയിനിലെ ഓരോ ബ്ലോക്കിലേക്കും ചേർക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ഓർഡിനൽസ് മൊത്തമായിട്ടും ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഒരു സെപ്പറേറ്റ് ടോക്കൻ്റെയോ സൈഡ് ചെയിൻ്റെയോ ആവശ്യമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഓർഡിനൽസിൻ്റെ ഇൻസ്ക്രിപ്ഷൻ കൂടുതൽ സെക്യൂർ ആണെന്ന്, ഡ്യൂറബിൾ ആണെന്നൊക്കെ പറയാൻ പറ്റും. റെയറിറ്റി എന്ന് വെച്ചാൽ എങ്ങനെ മറ്റുള്ളവയിൽ നിന്ന് ഇത് വ്യത്യസ്തമാവുന്നു എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. NFTകളിൽ റെയറിറ്റി ഉണ്ടാവാറുണ്ട്. അതിന് കൂടുതൽ പണം കൊടുക്കേണ്ടി വരും. അതായത് ആ റെയറായിട്ടുള്ള ഒരു കളക്ഷനിൽ വളരെ കോമൺ ആയിട്ടുള്ള ഇതുണ്ടാവും, അതുപോലെ തന്നെ റെയറായിട്ടുള്ള ഉണ്ടാവും. റെയർ മാത്രം നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. ആ രീതിയിൽ സത്തോഷി റെയറിറ്റി എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്തത്? ആദ്യത്തേത് കോമൺ ആണ്, പിന്നെ അൺകോമൺ, പിന്നെ റെയർ, പിന്നെ എപ്പിക്, ലെജൻഡറി, മിത്തിക്. ഈ ഒരു കാറ്റഗറിയിലാണ് ഇതിൻ്റെ റെയറിറ്റി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബിറ്റ്കോയിൻ കൈമാറാനും മറ്റുള്ളവർക്ക് അയക്കാനും വാങ്ങാനും മാത്രമല്ലാതെ മറ്റൊരു ഉപയോഗം ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് വഴി ഓർഡിനൽസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓർഡിനൽസ് NFT ലോകത്ത് പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ ബ്ലോക്ക് ചെയിനിൽ ഉണ്ടാകുന്ന ആർട്ടിനെ ബിറ്റ്കോയിൻ ട്രാൻസാക്ഷനിൽ സ്റ്റോർ ചെയ്ത് പുതിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു പുതിയ രീതിയിലുള്ള യൂട്ടിലിറ്റി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ബിറ്റ്കോയിൻ NFTകൾ പലതും ജെനസിസ് NFTകൾ ആവാനുള്ള സാധ്യത വളരെയേറെയാണ്. ഓർഡിനൽസിൻ്റെ ഫ്യൂച്ചർ എന്താവുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. കാരണം
NFT-കളുടെ മാർക്കറ്റ് ഇനി ഏതൊക്കെ രീതിയിലാണ് വളരുന്നത്, ആ ഒരു വളർച്ചയിൽ ബിറ്റ് കോയിൻ്റെ NFT ആയിട്ടുള്ള ഓർഡിനൽസിനും ഒരു നല്ല സ്ഥാനമുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്രിപ്റ്റോ ചെയിനാണ് ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓർഡിനൽസിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്തായാലും ഉണ്ടാവും. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓർഡിനൽസിനെ പറ്റി ഒരു ബേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓർഡിനൽസിലെ NFT-കൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ അതിനെപ്പറ്റി നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ഏതൊക്കെയാണ് ബിറ്റ് കോയിൻ ഓർഡിനൽസ് NFT-കൾ എന്നുള്ളത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.